ഹായ്, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു നാടൻ ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അതിനായി ചിക്കൻ 1/2 കിലോ, സവാള 3, മുളക് പൊടി 4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 3 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല 2.5 ടീസ്പൂൺ, ഉപ്പ് 1.5 ടീസ്പൂൺ, തേങ്ങാക്കൊത്ത് 1 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 3 എണ്ണം, തക്കാളി 1 എണ്ണം, വെളിച്ചെണ്ണ 5 to 6 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ഇഞ്ച് സൈസ്, വെളുത്തുള്ളി 8 എണ്ണം, കുരുമുളക് 1 ടീസ്പൂൺ, പെരുംജീരകം 1/2 ടീസ്പൂൺ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായി ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ചൂടായ പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുകും അരിഞ്ഞു വച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഗ്രാമ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കുരുമുളകും 1 പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. അല്പം കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഒരു 3 മിനിറ്റ് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. സവാള ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴേക്കും 3 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം ഈ ഒരു കളർ ആകുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വെന്തുടഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ട് മിനിറ്റ് നേരത്തേക്ക് ചിക്കൻ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഈ സമയത്ത് 2.5 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് വേവിച്ചാൽ മതിയാകും. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.